ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ, അമ്മ ശാരദാദേവിയുടെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ, ആദരണീയരായിട്ടുള്ള സജ്ജനങ്ങളെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ നിറവിൽ കോട്ടയം SNDP യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ സേനയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദർശനത്തിന്റെ ആഗോള പ്രചരണത്തിന്റെ ഭാഗമായി ചിങ്ങമാസം 1-ാം തീയതി മുതൽ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജിയുടെ മഹാസമാധിയുടെ ധന്യത നുകരുന്ന കന്നിമാസം 9-ാം തീയതി വരെയുള്ള 40 ദിനങ്ങളിലായി വിജ്ഞാനത്തിന്റെ 40 ശകലങ്ങൾ സാമൂഹ്യ ജീവിതത്തിലേക്ക് വാരി വിതറിക്കൊണ്ടുള്ള ഒരു മഹനീയമായ സംരംഭമാണ് ഗുരുവിജ്ഞാന സന്ധ്യ. ആ ഗുരുവിജ്ഞാന സന്ധ്യയ്ക്ക് ചിങ്ങമാസം 1-ാം തീയതി ആണ്ടുപുറപ്പ് ദിനത്തിലെ സമാരംഭം കുറിക്കുകയാണ്. നൂതനമായ ഒരുപാട് ആശയങ്ങൾ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ച മണ്ണാണ് കോട്ടയത്തിന്റെ മണ്ണ്. ആ കോട്ടയത്തിന്റെ കാന്തദർശികളായ ദീർഘദർശികളായ സൈബർ സേനയുടെ നേതാക്കൾ നടത്തുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ്. ഈ ഉദ്യമം ലോകം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ലോകമെമ്പാടും ഓരോ അണുവിലും ശ്രീനാരായണ ദർശന ഗരിമയാൽ മുഴങ്ങട്ടെ. അതിനുള്ള വലിയൊരു തുടക്കമായി കോട്ടയം SNDP യൂണിയന്റെ ശ്രീനാരായണ സൈബർ സേനയുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ഗുരുദേവനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ഇന്ന് ഇതാരംഭിക്കുന്നത് കോട്ടയത്തിന്റെ ലോകപ്രശസ്തമായ മണ്ണായ നാഗമ്പടത്തിന്റെ മണ്ണിൽ നിന്നുമാണ്. തേന്മാവിന്റെ സാമീപ്യമണിയിക്കുന്ന ആ മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം ഒരു മഹനീയ സംരംഭത്തിന് തുടക്കം കുറിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത്. ഇനിയുള്ള ദിനങ്ങളിലെല്ലാം ആശയത്തിന്റെ പുതിയ വാതായനങ്ങൾ തുടർന്നുകൊണ്ടുള്ള ഒരുപാട് പ്രഭാഷകരുടെയും പ്രവർത്തകരുടെയും ചിന്തകന്മാരുടെയും ഒക്കെ വചനങ്ങൾ നിങ്ങൾക്ക് ഈ ചിങ്ങമാസത്തെയും കന്നിമാസത്തിലെയും ദിനങ്ങളിൽ 40 ദിനങ്ങളിൽ നമുക്ക് ആശയങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, ലോകത്തെ മാറ്റിമറിച്ച പുണ്യ ചൈതന്യ പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ചൈതന്യത്തിന്റെ കരസ്പർശമേൽക്കാത്ത ഒരണു പോലും നമ്മുടെ ഒന്നും ജീവിതത്തിലില്ല. പ്രകാരം ചിന്തിക്കുമ്പോൾ ആ മഹനീയമായ കർമ്മദൗത്യത്തിന് ഏറ്റവും കരണീയമായ പ്രവർത്തനങ്ങൾ നൽകിയ ഒരു മണ്ണാണ് കോട്ടയത്തിന്റെ നാഗമ്പടം എന്ന് പറയുന്നത്. ആ നാഗമ്പടത്തിൽ വരാൻ കഴിയാത്ത സജ്ജനങ്ങൾ ലോകത്തെവിടെയുണ്ടെങ്കിലും ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ, കോട്ടയത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ മീനച്ചിലാറിന്റെ തീരം സന്ദർശിക്കേണ്ടതാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ പാദകമലങ്ങൾ ഒരുപാട് പതിഞ്ഞ മണ്ണാണ് കോട്ടയത്തിന്റെ നാഗമ്പടം. ആ നാഗമ്പടത്തിന്റെ ചരിത്രഭൂമിയിൽ മലബാറിന്റെ മണ്ണിലേക്ക് ഉൾപ്പെടെ തിരുക്കൊച്ചിയുടെ മണ്ണിലേക്ക് ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മപ്രചരണം നടക്കുന്ന സമയങ്ങളിലെല്ലാം ഭഗവാൻ അതിന്റെ പ്രവർത്തന ഭൂമിയായി തെരഞ്ഞെടുത്തിട്ടുള്ള മണ്ണാണ് നാഗമ്പടത്തിന്റെ മണ്ണ്. അങ്ങനെ ഒരുപാട് ചരിത്ര ഭൂമികൾ ഈ മണ്ണിന് പറയാനുണ്ട്. മഹാനായ SNDP യോഗത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവിൻ അവസാനമായിട്ട് SNDP യോഗത്തിന്റെ ഔപചാരികമായ ചടങ്ങിൽ പങ്കെടുത്ത മണ്ണ് കോട്ടയത്തിന്റെ നാഗമ്പടമാണ്. അതുപോലെ തന്നെ ആശയഗംഭീരനായ മഹാകവി SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ റെഡീമർ ബോട്ട് ദുരന്തത്തിൽ കാലയവനിയിലേക്ക് മറിയുന്നത് നമുക്കെല്ലാം അറിയാം, ആലുവയിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു. എന്നാൽ ആചന്ദ്രധാര പ്രശോഭനി സഭ എന്ന പേരിൽ കോട്ടയത്ത് നാഗമ്പടത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി പ്രവർത്തിച്ച മഹത്തായ പ്രസ്ഥാനമുണ്ട്. അതാണ് പിന്നീട് കോട്ടയം SNDP യൂണിയനായി മാറുന്നത്. ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശംഖു, കുളങ്ങരയിൽ ശംഖുവിന് ആരാധ്യനായിട്ടുള്ള കുമാരനാശാൻ കത്തെഴുതിയുണ്ടായിരുന്നു. ശംഖു, താങ്കളുടെ കത്തുകളൊക്കെ വായിച്ചു. ഇനിയും എനിക്ക് കത്തെഴുതേണ്ടതായിട്ടില്ല. ഞാനിതാ ആലുവയ്ക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ്. ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ ഞാൻ തീർച്ചയായിട്ടും നാഗമ്പടം സന്ദർശിക്കും. ആ നാഗമ്പടത്ത് നടക്കുന്ന SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗത്തിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും.
അഥവാ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ മിസ്റ്റർ സി വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ടല്ലോ, അവരെ കൂട്ടി യോഗങ്ങൾ മുറ തെറ്റാതെ നടത്തണം. ഞാൻ വന്നില്ലെങ്കിൽ കൂടിയും ആ യോഗങ്ങൾ നടക്കണം. ഇതായിരുന്നു മഹാനായിട്ടുള്ള കുളങ്കരയിലെ ശംഖുവിന് ചരിത്രപുരുഷനായ കുമാരനാശാൻ എഴുതിയ കത്ത്. ആ യാത്രയിലാണ് റെഡീമർ ബോട്ട് ദുരന്തത്തില് കുമാരനാശാൻ കാലയവനികയിലേക്ക് മറയുന്നത്. ആ ചരിത്രപുരുഷൻ ഇവിടെ എത്തിച്ചേരുമെന്നുള്ള രീതിയിൽ ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. അങ്ങനെ ചരിത്രത്തിലെ കുമാരനാശാന്റെ ആദ്യ സ്മാരകമായി നാഗമ്പടം, കോട്ടയം നാഗമ്പടം ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ കവികുമാരമന്ദിരം മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ വിജ്ഞാന കുതികൾക്ക് എല്ലാവർക്കും, സാഹിത്യകാരന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക് എല്ലാം സന്ദർശിക്കാവുന്ന ധന്യഭൂമി കൂടിയാണ് നമ്മുടെ കവികുമാരമന്ദിരം എന്ന നാഗമ്പടത്തിന്റെ മണ്ണ്. അതുപോലെ തന്നെ ഈ മണ്ണിനെ ചിരപ്രതിഷ്ഠമാക്കുന്ന മറ്റൊരു ധന്യതയാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വശരീരനായിരുന്നപ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ യോഗം ഈ നാഗമ്പടത്തിന്റെ തണലിൽ നടക്കുമ്പോൾ ഈ മണ്ണിൽ വെച്ചിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മഹാനായ ടി.കെ. മാധവൻ എന്ന ലോകപുരുഷന്റെ കർമ്മത്തിന്റെ കണികയിൽ നിന്ന് പിറന്ന SNDP യോഗത്തിന്റെ ശാഖകൾ ശ്രീനാരായണ തീർത്ഥ സ്വാമിജി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ സംയോഗത്താൽ നടന്ന ആ ചിന്തകൾക്ക് പരിണിതഫലമായി ആദ്യത്തെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതും നാഗമ്പടത്തിന്റെ ഈ മണ്ണിൽ വെച്ച് തന്നെയാണ്. അത്തരത്തില് SNDP യോഗത്തിന്റെ ആധികാരികമായ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒരു മണ്ണുകൂടിയാണ് നാഗമ്പടത്തിന്റെ മണ്ണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തെ മാറ്റിമറിച്ച മഹത്തായ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സംഘബോധത്തെ സ്നേഹിക്കുന്ന ആർക്കും ജാതിമത ഭേദമന്യേ സന്ദർശിക്കാവുന്ന മണ്ണുകൂടിയാണ് നാഗമ്പടം ശ്രീമഹാദേവ ക്ഷേത്രത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ആ മണ്ണിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി ലോകം കണ്ട ചരിത്ര പുരുഷന്മാരിൽ ഒരാളായിട്ടുള്ള മഹാനായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജി കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തില് ഇനിയും പഠിച്ചു തീരാത്ത ഒരുപാട് അധ്യായങ്ങളുള്ള മഹാപ്രതിഭയാണ്, മഹാപുരുഷനാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജി. അദ്ദേഹത്തിന്റെ ധർമ്മപട സംഘം ഉൾപ്പെടെയുള്ള മഹത്തായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉജ്ജ്വലമായ ഒരു പരിചിന്തനം ഇനിയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തില് സാംസ്കാരിക ലോകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ആ മഹനീയനായ ചരിത്രപുരുഷൻ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജിയാണ് ഈ മണ്ണില് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്. ശക്തി വേലോട് കൂടിയിട്ടുള്ള ശിവശക്തി സങ്കല്പമാണ് നാഗമ്പടം ശ്രീമഹാദേവ ക്ഷേത്രത്തിലുള്ളത്. അങ്ങനെ ഉള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ മണ്ണിലുണ്ട്. ഈ മണ്ണിലാണ് ഈ രാജ്യത്ത് വലിയൊരു വിഭാഗം വരുന്ന ഭൂരിപക്ഷ സമൂഹത്തിന് ആരാധനാ സാധനങ്ങൾ തടഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ അനുഗ്രഹത്തിനായിട്ട് കാത്തിരുന്നുകൊണ്ട് ചരിത്രപുരുഷന്മാരായ മഹത്തുക്കൾ, അതിൽ പ്രധാനിയാണ് മൂലൂരസ് പത്മനാഭ പണിക്കർ. ശ്രീ മൂലൂരസ് പത്മനാഭ പണിക്കറുടെ ആശയങ്ങൾ സാംശീകരിച്ചുകൊണ്ട് മഹാനായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും മാലിയിൽ ടി.കെ. കിട്ടൻ റൈറ്ററും ചേർന്ന് 1928 ജനുവരി മാസം 16-ാം തീയതിയുടെ ഒരു സായം സന്ധ്യയിൽ നാഗമ്പടം ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിന്റെ സവിധത്തിൽ മഹാഗുരു എത്തിച്ചേരുമ്പോഴാണ് ഒരുപാട് ചൈതന്യ പുരുഷന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹാഗുരുവിനോട് ഒരു ചോദ്യം ഉണർത്തിക്കുന്നത്, തൃപ്പാദങ്ങളെ തീർത്ഥാടനം ഞങ്ങൾക്കായിട്ട് അനുവദിക്കണമെന്ന് പറയുന്നത്. അവിടെയാണ് മഹാഗുരു പറയുന്നത്, തീർത്ഥാടനമോ ശിവഗിരിയിലേക്കോ? നല്ല കാര്യം, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, അമ്മ ശാരദാദേവിയെ വന്ദിക്കുകയും ചെയ്യാം. അത്രയും പറഞ്ഞ മഹാഗുരു വീണ്ടും ഒരു ചോദ്യകർത്താക്കളോട് ചോദിച്ചു. നാം അനുവാദം നൽകുകയും കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരിയുമായാൽ മൂന്നാളായാൽ ഒരു തീർത്ഥാടനമാകുമോ? തൃപ്പാദങ്ങൾ കൽപ്പിച്ചാൽ ശിവഗിരിയെ ലോകം പുണ്യകേന്ദ്രമായി മാറുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വല്ലഭശ്ശേരിയും കിട്ടൻ റൈറ്ററും മുറിഞ്ഞപ്പോൾ അവിടെയും അവസാനിപ്പിച്ചില്ല ഗുരു കൗതുകം. അനന്തതയിലേക്ക് നീളുന്ന യോഗനയനങ്ങളുമായി മഹാഗുരു വീണ്ടും ചോദിച്ചു, വർക്കലയിൽ ജഗന്നാഥ ക്ഷേത്രം പ്രസിദ്ധമല്ലേ? പിന്നെ അവിടെ എങ്ങനെയാണ് ഈ ശിവഗിരി പ്രസിദ്ധമാവുന്നതെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ തൃപ്പാദങ്ങളുടെ തിരുവാണി ഉണ്ടെങ്കിൽ അന്ന് ഏതാണ്ട് 27 ലക്ഷത്തോളം വരുന്ന പിന്നോക്ക വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹങ്ങളുണ്ട്. അവര് എല്ലാം തൃപ്പാദങ്ങളുടെ തിരുവാണി ഉണ്ടെങ്കിൽ ശിവഗിരിയെ പുണ്യകേന്ദ്രമായിട്ട് മാറ്റുമെന്ന് പറഞ്ഞു. വിശ്വാസമുണ്ടോ? നാം അനുവാദം നൽകിയിരിക്കുന്നു. ഗുരുവിന്റെ പ്രതിവചനമായിരുന്നു. ആശാൻ പാടിയിട്ടുണ്ടാവും.
വിശ്വാസമല്ലോ വിളക്കു മനുഷ്യന്, വിശ്വാസം ജീവസർവസ്വമല്ലോ, അത് കെട്ടുപോയാൽ ഒക്കെ കെടുമിത് നങ്കൂരമില്ലാത്ത കപ്പൽ പോലെ എന്ന് ആശാൻ പാടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ആ വിശ്വാസത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് ഭഗവാന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ വിശ്വാസത്തോടു കൂടിയിട്ട് മഹാഗുരു ലോകത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തീർത്ഥാടനത്തിന് നൽകി എന്നുള്ളതാണ് നാഗമ്പടത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ തീർത്ഥാടന സങ്കല്പത്തിന്റെ നീറിറവ നിലകൊള്ളുന്ന ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായി ശിവഗിരിയെ മാറ്റുന്നതിനുള്ള പരികൽപ്പനയും പരിചിന്തനവും മഹാഗുരുവിന്റെ തിരുവാണിയിൽ നിന്ന് ലോകത്തിന് ലഭിച്ച മണ്ണ് എന്ന് പറയുന്നത് നാഗമ്പടത്തിന്റെ മണ്ണാണ്. ആ പ്രത്യേകത കൊണ്ട് തന്നെ വലിയ വ്യത്യസ്തമാവുകയാണ് നാഗമ്പടം. ചരിത്രത്തിൽ ഇന്നുവരെയും ഒരു പുണ്യപുരുഷനും പറയാത്ത രീതിയിൽ പറഞ്ഞു. ഇത്രയും നേരം നാം പറഞ്ഞതെല്ലാം രീതികൾ മാത്രമാണ്, ഇനിയും നമ്മോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിപ്പാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൂടെ നിന്നവർക്ക് ഒരു ഉത്തരവുമില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു പൂവായിരുന്നു, പക്ഷേ ആ ഒരു പൂവിന് പകരം ഒരു വസന്തം പോലെ ഒരു നിയന്ത്രിതമായ ക്രമീകൃതമായ മാർഗത്തില് യൂറോപ്യന്മാരുടെ ആണ്ടുപിറവിയില് ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നൽകുവാൻ മഹാഗുരു കൽപ്പിച്ചനുവദിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് വേണം? അവിടെ ലോകജനതയോടെന്ന പോലെ അനന്തതയിലേക്ക് നീളുന്ന ആ യോഗനയനങ്ങൾ പറഞ്ഞു. ഇത്രയും നേരം നാം പറഞ്ഞതൊക്കെ രീതികൾ മാത്രമാണല്ലോ. രീതി ഒരിക്കലും ലക്ഷ്യമാവുന്നില്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം, ഉദ്ദേശമുണ്ടാവണം എന്ന് പറഞ്ഞു. കാരണം ആർഭാടങ്ങൾക്ക് വേണ്ടി ആവരുത് തീർത്ഥാടനം എന്ന് പറയുന്നത്. ലാളിത്യമായിരിക്കണം ജീവിതത്തിന്റെ ഭാഷയെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ ലാളിത്യവും സൗമ്യതയും എങ്ങനെ ഉണ്ടാകാമെന്നും അതിനു വേണ്ടിയിട്ട് ശാരീരികവും മാനസികവുമായിട്ട് എങ്ങനെ തയ്യാർ ചെയ്യണമെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിൽ പറഞ്ഞു വെച്ച മഹാഗുരു പറഞ്ഞു, നാം ഇനി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് എഴുതണം. റൈറ്ററെ എഴുതിയെടുക്കുവാൻ പറഞ്ഞു. റൈറ്ററുടെ തൂലികത്തുമ്പുകൾ ചലിച്ചപ്പോൾ മഹാഗുരു തന്റെ കൈവിരലുകൾ ഇടത് കൈവിരലുകൾ മടക്കിക്കൊണ്ട് ആരംഭിച്ചു. 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരഭക്തി, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈത്തൊഴിൽ, 8 സാങ്കേതിക പരിശീലനം എന്നിട്ട് പറഞ്ഞ് 8 മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കർമ്മമാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ചരിക്കാതെ ഒരു മനുഷ്യജീവനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവന്റെ ആത്മീയവും ഭൗതികവുമായ മേഖലയിൽ വികാസത്തിന്റെ പുതിയ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഗിരിയിലേക്ക് നാം ഇപ്രകാരം പറഞ്ഞ മേഖലയിലൂടെ സഞ്ചരിക്കാൻ പറയുന്നത് 928 സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന പരിമിതിയുടെ പത്മവ്യൂഹങ്ങളിൽപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ലോകത്തിലൂടെ ഇന്ന് നാം ചരിക്കുന്ന അഭിനവ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതാ ഈ മഹാഗുരുവിന്റെ കർമ്മമാർഗം എത്ര വലുതാണോ, ആ കർമ്മമാർഗങ്ങൾ പിറവിയെടുത്തതാണ് നാഗമ്പടത്തിന്റെ തിരുമുമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ തീർത്ഥസ്ഥാനവും ലോകത്തിന്റെ ചിന്തിക്കുന്ന യുക്തിബോധമുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ സമസ്ത പ്രപഞ്ചത്തിൽ വിഹരിക്കുന്ന സമസ്ത ആളുകൾക്കും ഒന്നുചേരാൻ കഴിയുന്ന ലോകത്തിന്റെ മാതൃബിന്ദുക്കളിൽ ഒന്നാണ് നാഗമ്പടത്തിന്റെ മണ്ണെന്ന് പറയുന്നത്. മഹാഗുരു ഇങ്ങനെ എത്രയോ മണ്ണുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പുണ്യഭൂമിയാണ് നാഗമ്പടം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും മുഖ്യമായ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് എന്നൊന്ന് ഓർമ്മിക്കുവാൻ മാത്രം ഈ ചിങ്ങമാസത്തിന്റെ ഈ മഹനീയമായ ദിനത്തിൽ പറയുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു മനുഷ്യന്റെ സമഗ്രമായ വികാസ പരിണാമങ്ങളെയാണ് ലക്ഷ്യം കണ്ടത്. ഓർക്കുക, മഹാഗുരുവിനെ പഠിക്കുമ്പോൾ ഇന്നും നമ്മുടെ ലോകത്ത് ശ്രീനാരായണ ഗുരുദേവനെ അവതരിപ്പിക്കുന്നത് അപ്രകാരമാണ്. രാഷ്ട്രീയ ചിന്തകന്മാർ തങ്ങളുടെ രാഷ്ട്രീയ കുലത്തിലെ പരമാചാര്യന്മാർക്കൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം മുകളിലോ അതിനേക്കാൾ അല്പം ഗ്രേഡ് കുറഞ്ഞോ ഒക്കെ തങ്ങളുടെ ചിന്താശേഷിയിൽ ഇരുന്നു കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ അവതരിപ്പിക്കുന്ന കാലഘട്ടമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഓരോ ആളുകളും അവരുടെ പ്രവൃത്തി മേഖലയിൽ നിന്നുകൊണ്ട് ആ മേഖലകൾ അല്പം കൂടി മുഖ്യനായിട്ടുള്ള ആളായി ശ്രീനാരായണ ഗുരുദേവനെ അവതരിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുന്നവരുടെ പരിമിതികളൊന്ന് എന്ന് പറയുന്നത് ജീവചരിത്ര പഠനത്തിൽ അവസാനിപ്പിക്കുകയാണ് പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള അറിവെന്ന് പറയുന്നത്. സത്യത്തില് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള പഠനം അതിനേക്കാൾ ബഹുദൂരം വളരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ ആ പറഞ്ഞ ആളുകൾ എഴുതി വെച്ച ജീവചരിത്രത്തിലൂടെ പഠിക്കുമ്പോൾ
നാം മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു മറഞ്ഞ പുണ്യ പുരുഷന്മാരെ അല്ലെങ്കിൽ മഹാരഥന്മാരെ പോലെ ഒരാളായിട്ടായിരിക്കും പലപ്പോഴും സമൂഹത്തിന് ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സ്വാതന്ത്ര്യ പുലരി കഴിഞ്ഞിട്ടാണ് ഈ ചിങ്ങത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു ആൾ ഭാരതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ യുവതലമുറ ഭാരതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കൗമാരങ്ങൾ യൗവനങ്ങൾ ഭാരതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കവി പാടിയതുപോലെ, അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിലോതേണ്ട വാക്കിലോ ഭാരതം, വർഷപ്പരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം, വരകൾക്കുമകമേ പതയ്ക്കുന്ന ഹൃദയമേ ഭാരതം. നീ എങ്ങനെയാണ് ഭാരതത്തെക്കുറിച്ച് അറിയേണ്ടത്? അച്ഛൻ നിന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചപ്പോൾ ചില വാചകങ്ങളിലൂടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണെന്നും ഇന്ത്യക്ക് ഇത്ര സംസ്ഥാനങ്ങളുണ്ടെന്നും ഇത്ര ഭാഷകളുണ്ടെന്നും ഒക്കെ പഠിപ്പിച്ച് നിന്നെ കാണാപ്പാടം പഠിപ്പിച്ച് പ്രസംഗത്തിൽ ഒന്നാമനാക്കിയില്ലേ? അങ്ങനെയാണോ നീ ഇന്ത്യയെ അറിയേണ്ടത്? അതുമല്ലെങ്കിൽ വർഷപരീക്ഷയ്ക്ക് നീ വേഗത്തിൽ വരച്ചില്ലേ 5 മാർക്ക് കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഭൂപടം? അങ്ങനെയാണോ നീ ഇന്ത്യയെക്കുറിച്ച് അറിയേണ്ടത്? ഒരു കവി പാടിയതുപോലെ, വരകൾക്കുമകമേ പതയ്ക്കുന്ന ഹൃദയമേ ഭാരതം. ഭാരതം എന്ന് പറയുമ്പോൾ അത് വരകൾക്കുമകമേ പതയ്ക്കുന്ന ഹൃദയമായിട്ട് ഞാൻ ഒരു ഭാരതീയനാണെന്ന വികാരം കടന്നു വരണം. അതിന് സാമൂഹ്യബോധം ഉണ്ടാവണം, ചരിത്രബോധം ഉണ്ടാവണം, പരമ്പരകളിൽ നിന്നും ആർജിക്കുന്ന ഒരു സാംസ്കാരികതയുടെ ബോധമുണ്ടാവണം എന്ന് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ കൊച്ചുവിളയിൽ മാടനാശാന്റെയും വയൽവാരത്ത് കുട്ടിയമ്മയുടെയും പുത്രനായി പൂജാതനായി. കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായിരുന്ന പ്രത്യേകത കുഞ്ഞ് കരഞ്ഞില്ല എന്നുള്ളതായിരുന്നു. കൊച്ചു കൊച്ചമ്മ ദേവി എന്നിവർ ഗുരുദേവന്റെ സഹോദരിമാരായിരുന്നു. രാമൻ വൈദ്യരും കൃഷ്ണൻ വൈദ്യരും ശ്രീനാരായണ ഗുരുദേവന്റെ അമ്മാവന്മാരായിരുന്നു. കുമ്മമ്പള്ളി രാമൻപള്ളി ആശാന്റെ ഗുരുകുലത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപരിവിദ്യാഭ്യാസം അനുഷ്ഠിച്ചത്. 1888 അരിയുപ്പുറത്ത് മഹാശിവനെ പ്രതിഷ്ഠിച്ചു. 1924 ലോക ചരിത്രത്തിലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. 1928 ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി. 928 മഹാസമാധിയായി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് കേവലമായ ജീവചരിത്ര പഠനം മാത്രമേ ആകുന്നുള്ളൂ. ആ ജീവചരിത്രത്തിൽ പഠനത്തിൽ കറങ്ങി നട്ടം തിരിയുകയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക ലോകം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്. അവിടെ തീർച്ചയായിട്ടും ഈ പൊൻചിങ്ങം മുതൽ മഹാസമാധി കഴിഞ്ഞ് ബോധാനന്ദ സ്വാമിജിയുടെ സമാധി വരെ ലോകമെമ്പാടും ശ്രീനാരായണ ധർമ്മചര്യ യജ്ഞം ആചരിക്കുമ്പോൾ ജിജ്ഞാസുക്കളായിട്ടുള്ള ലോക ചിന്തകന്മാരെല്ലാം, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകളെല്ലാം ശ്രീനാരായണ ഗുരുദേവനെ ആത്മകഥയിലൂടെ വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മകഥ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളാണ്. ശ്രീനാരായണ ധർമ്മം ഉൾപ്പെടെയുള്ള ചിന്താധാരകളാണ്. ആ ചിന്തയിലൂടെ ഗുരുവിനെ അറിയുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയവും ഭൗതികവുമായി സമസ്ത രംഗത്തുമുള്ള വികാസത്തെയാണ് ശ്രീനാരായണ ദർശനം പ്രവർത്തിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ മഹാസമാധിയിൽ 1928 ഇതാ ഈ ശരീരം ഇല്ലാതെയായി പോയി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലേക്ക് കടന്നു പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധിയെ പ്രാപിക്കുന്ന ഘട്ടം, ആ മഹാസമാധിയെ പ്രാപിക്കുന്ന സമയത്ത് ശാരീരികമായ അവശതകളുണ്ടായിരുന്നു. ഈ യൂട്യൂബിലൂടെയൊക്കെ ശ്രീനാരായണ ഗുരുദേവനെ അവതരിപ്പിക്കുന്ന വലിയ ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. മധുരമിഠായി പോലെയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമായി അവരുടെ വാക്കുകളും ചിന്തകളും കേട്ട് ഒരുപാട് ലക്ഷങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലൊരു മഹാൻ പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ വലിയ ആളായിരുന്നുവെങ്കിൽ ഇങ്ങനെ രോഗം വന്നിട്ട് അദ്ദേഹം ഇല്ലാതെയാകുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവിടെ നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്, ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നതിനായി മഹാനായ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വരുന്നുണ്ട്. മഹാനായിട്ടുള്ള ചട്ടമ്പി സ്വാമി, മഹാനായിട്ടുള്ള അയ്യങ്കാളി തിരുവടികൾ കടന്നു വരുന്നുണ്ട്. അപ്പം രോഗശൈലിയിൽ കിടക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ കണ്ടപ്പോൾ അവരെല്ലാം പറഞ്ഞു, തൃപ്പാദങ്ങളുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് രോഗികളായി പലരും വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം രോഗം ശമിച്ചു മടങ്ങിപ്പോകുന്നത് ഞങ്ങൾ കാണുന്നു. ഇതൊന്നും പുരാണമല്ല, ചരിത്രമാണ്. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്താണ് തൃപ്പാദങ്ങൾ ഈ രോഗശയ്യയെ അവലംബിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാഗുരു കൊടുത്തൊരു മറുപടിയുണ്ട്. നാം എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? രോഗം നമുക്കല്ലല്ലോ, ഈ ശരീരത്തിനല്ലേ. ഈ ശരീരത്തിന് വേണ്ടി നാം മാറണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് മഹാഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു.
ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആത്മചൈതന്യ സ്വരൂപനാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് അസന്നിഗ്ധമായിട്ട് മഹാഗുരു ലോകത്തോട് പരിചിന്തനം ചെയ്യുന്നുണ്ട്. ഈ ഗുരുവിനെയാണ് 1928 മഹാസമാധി കഴിഞ്ഞ് വർഷങ്ങളേറെ കഴിയുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിടുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ലോകം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. 10,000-കണക്കിന് ഭവനങ്ങളിൽ, ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന ഭവനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം വെച്ച് ഗുരുദേവനെ ചിത്രത്തിലൂടെ അറിയാതെ ഭജിക്കുന്ന അനേകം ആളുകളും ഗുരുവിന്റെ ദർശനത്തെ ജീവിതത്തിന്റെ സബരിയാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിന്റെ ഉണ്മയിലേക്ക് കിടക്കുന്ന വലിയൊരു സമൂഹവും ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അഭിനവ കാലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഓർക്കുക, ഇന്നും മലയാളം പോലെ നമ്മുടെ നാട്ടിൽ പോലും ശ്രീനാരായണ ഗുരുദേവൻ ദർശനം പാഠപുസ്തകവും വേണ്ട രീതിയിൽ കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. മലയാളികൾ അഭിമാനത്തോട് കൂടിയിട്ട് സാക്ഷരരാണ് ഞാനും നിങ്ങളുമെന്ന് ലോകത്തോട് വീമ്പ് പറയുമ്പോൾ അവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട പുണ്യപുരുഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുവിന്റെ ദർശനമാണ്. ഈ മാസാചരണ പ്രക്രിയയിലേക്ക് കിടക്കുമ്പോൾ ഓർക്കുക, വേണ്ടവണ്ണം ഈ ഗുരുവിനെ അറിയുവാനുള്ള കർമ്മമാർഗം ഔദ്യോഗിക രംഗത്ത് മലയാളക്കരയിൽ ഉണ്ടോ എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, തിരിഞ്ഞു തേറിടേണ്ടതാണ്. ഇല്ല എന്ന് ഉറക്കെ പറയാൻ കഴിയും. ഓർക്കുക, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിട്ടുള്ള SNDP യോഗം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മഹാനായ ഡോക്ടർ പൽപ്പു, ആ ഡോക്ടർ പൽപ്പുവിനൊരു പുത്രനുണ്ടായിരുന്നു, നടരാജഗുരു. ആ നടരാജഗുരു വിദേശത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനായിട്ട് ശ്രീനാരായണ ഗുരുദേവനെ വന്ന് കാണുന്നുണ്ട്. ആ കാണുന്ന സന്ദർഭത്തില് ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുന്നു, വാത്സല്യത്തോടുകൂടി നടരാജഗുരുവിനെ വിളിക്കുന്നത് തമ്പിന്നാണ്. തമ്പി ഇനി എന്നാണ് മടങ്ങി വരിക? തമ്പിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് വേണ്ട സമ്പത്തും കൊടുത്തതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഒരുപാട് വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ 4 മാസം എന്ന് മഹാഗുരു പറഞ്ഞു. കൃത്യം തമ്പിയുമായിട്ടുള്ള ആ സർഗസംഘാതം നടക്കുന്നതിന്റെ കൃത്യം 4 മാസം കഴിയുന്ന കന്നിമാസം 5-ാം തീയതിയാണ് മഹാഗുരു തന്റെ ശരീരം വെടിയുന്നത്, ഈ ഭൗതികമായ ദേഹം ഇല്ലാതെയാകുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന വിഷയം, ആ തമ്പി, ആ നടരാജഗുരു ഡോക്ടർ നടരാജനായിക്കൊണ്ട് വിദേശത്തേക്ക് പോയി. ആ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ദർശനമാൽ ഉൾപ്പെടെയുള്ള മഹാകൃതികൾക്ക് വ്യാഖ്യാനം എഴുതി. ദ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് അബ്സല്യൂട്ട്, ദ വേർഡ്സ് ഓഫ് ഗുരു. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെ, ആ ആശയങ്ങൾ, അതിലെ യുക്തികൾ സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചു. എന്നും നിലനിൽക്കുന്ന തിരുത്തലുകളില്ലാത്ത, മാറ്റങ്ങൾ ആവശ്യമില്ലാത്ത കരുത്തുറ്റ തത്വദർശനത്തിന്റെ പേരാണ് ശ്രീനാരായണ ദർശനമെന്ന് അവതരിപ്പിച്ചപ്പോ വിദേശങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമായിട്ട് വർഷങ്ങൾ ഏറെ മുമ്പ് ശ്രീനാരായണ ഗുരുദേവന്റെ സത്യദർശനം മാറിയപ്പോൾ ആ ഗുരു പിറന്നു വീണ ചെമ്പഴന്തിയുടെ മണ്ണുള്ള, ആ ഗുരു സഞ്ചരിച്ച നടവഴികളുള്ള, ആ ഗുരു ലോകത്തിനു മുമ്പിലേക്ക് അവതരിപ്പിച്ച പുണ്യ കേദാര ഭൂമികൾ കണ്ടാൽ നിറഞ്ഞ കേരളത്തിന്റെ മണ്ണിൽ ഇന്നും ശ്രീനാരായണ ഗുരുദേവന്റെ പരിചിന്തനങ്ങൾ വേണ്ടവണ്ണം പ്രവഹിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, അതിൽ നിന്നൊരു മാറ്റം കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ആ കാലഘട്ടത്തിന്റെ മാറ്റത്തിനായി ശ്രീനാരായണ ഗുരുദേവൻ നടന്ന വഴികളെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാരെ കുറിച്ചിട്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെ കുറിച്ചിട്ടുള്ള അപഗ്രഥനങ്ങളിലൂടെ നിങ്ങളുടെ ചിന്തകളിലേക്ക് മഥനങ്ങൾ ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ന വിശ്വസംരക്ഷകനെ, വിശ്വനാഥനെ ലോകത്തിനു മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ചരിക്കുന്ന ഒരു ലോക ജനതയെ സൃഷ്ടിക്കുക, അനുകമ്പയുടെ ആൾരൂപമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തെ സൃഷ്ടിക്കുക എന്നുള്ള മഹനീയമായ ലക്ഷ്യമാണ് ശ്രീനാരായണ ധർമ്മസേന ഏറ്റെടുക്കുന്നത്. കാരണം മഹാഗുരു നാഗമ്പടത്തെന്ന് പറഞ്ഞ ആ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ലോക ജനതയുടെ ഹൃദയത്തിലേക്ക് ഗുരുവിനെ അവതരിപ്പിക്കുക. കാരണം ഗുരു പഠിപ്പിച്ചത് ചിരിക്കുവാനും ചിന്തിക്കുവാനും പറയാനും പഠിപ്പിക്കുവാനുമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയും നിലനിൽക്കുന്ന ആനന്ദ ഘനാബ്ദിയാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നുണ്ട്. അത് അനുഭവിക്കുവാനായിട്ട് നമ്മുടെ കേവലമായ പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഡിഗ്രിയും മാത്രം പോരാ. അതിനാവശ്യമുള്ളത് വിശാലമായ ഒരു മനസ്സാണെന്നും മറ്റുള്ളവരെയും കാണുവാനും മറ്റുള്ളവരെയും ചേർത്ത് നിർത്തുവാനും അനുകമ്പയോടുകൂടി മറ്റ് ആളുകളോട് സംസാരിക്കുവാനും കഴിയുന്ന ഒരു വിശാലമായ വീക്ഷണമാണ് ഉണ്ടാവേണ്ടതെന്നും അതിന് മനുഷ്യനാവാൻ കഴിയണമെന്ന് ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്.
ശ്രീനാരായണ ഗുരുദേവനെ സത്യസന്ധമായി വിചിന്തനം ചെയ്യാൻ ശ്രമിച്ച ചില മഹത്തായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ വലിയ മറ്റ് ആചാര്യന്മാർ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ വലിയ മഹാത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്, ദീനരെ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത് ഗുരുവിന്റെ നിത്യജീവിതമായിരുന്നു. ആ ജീവിതത്തിൽ കാംക്ഷിച്ച ആ സത്യനിഷ്ഠയായിരുന്നുവെന്ന് ചരിത്രം. ആ മഹാത്ഭുതം എന്ന് പറയുന്നത് ആ കർമ്മ ജീവിതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ കാണിച്ച സത്യസന്ധതയുണ്ട്, തന്നോട് തന്റെ സമൂഹത്തോട് കാണിച്ച ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയുടെ ഒരു കണമെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപ്പതേ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ച് തിരുമയിലെത്തിക്കുവാനുള്ള ഒരു മഹാപ്രവാഹമായിട്ട്, മഹാതിരുനാളമായിട്ട് നമുക്ക് ഈ ചതയത്തിന്റെ പൊൻദിനങ്ങളെ മാറ്റാം. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ അലിവിലുള്ള അനുഗ്രഹ ബിന്ദുവായി ഇന്ത്യയിൽ ഏറ്റവും അധികം വിഗ്രഹങ്ങൾ എതിർത്ത സന്യാസിയായിരുന്ന ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജി, ആ ബോധാനന്ദ സ്വാമിജി ഗുരുവിന്റെ പാദാന്തകത്തിലേക്ക് വരുന്നത് ഗുരുവിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ മഹാഗുരുവിനെ തിരുത്തിക്കൊണ്ട് നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ വന്ന ബോധാനന്ദൻ എന്ന് പറയുന്ന വിപ്ലവകാരി, ഇന്ത്യ കണ്ട വിപ്ലവകാരി, ധർമ്മപട സംഘം ഉണ്ടാക്കിയ ചരിത്ര പുരുഷൻ, ആദ്യമായിട്ട് പന്തിഭോജനം നടത്തിയ മഹാരഥന്മാരിൽ ഒരാളായിട്ടുള്ള ആ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജി അവസാനം ഗുരുവിലേക്ക് അണിഞ്ഞു ചേർന്നു. ഗുരു നമ്മെ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഗുരുവിന്റെ പ്രതിപുരുഷനായി ഗുരുദേവന്റെ മഹാഗണപതിയായി മാറിയ ആ ചരിത്ര പുരുഷനെ നാട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അലിവുള്ള ചരിത്രത്തിലാണ് ധർമ്മസേനയുടെ ഈ ധർമ്മരഥം പര്യവസാനിക്കുന്നത്. അതുവരെയുള്ള എല്ലാ ചിന്തകളിലും നിങ്ങളും കൂടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സായുജ്യ ചിന്തയുടെ ദർശനങ്ങളെ, ഈ സായുജ്യ സന്ധിയുടെ ദർശനങ്ങളെ ഗുരുവിചാരത്തിന്റെ പുതിയ ലോകത്തിലേക്ക് നമ്മുടെ ചിന്തയിലൂടെ പ്രവഹിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കമായിട്ട് സൈവസേനയുടെ ഈ കർമ്മബന്ധാവ് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.